ഹലോ, ലേഡീസ് ഓൺലി ട്രിപ്പാണ് ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത്. കുറേ നാൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു ട്രിപ്പിന് വേണ്ടി ഇറങ്ങുന്നത്. ഓരോ യാത്രയും ഓരോ അനുഭവമാണ് എന്നല്ലേ പറയാറ്. എൻ്റെ എല്ലാ യാത്രകളും എനിക്ക് വളരെ മെമ്മറീസ് ഉള്ളതാണ്. യാത്രകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ്. ഈ കാത്തു നിൽക്കുന്നൊരു സീൻ എൻ്റെ മനസ്സിലോട്ട് ഓടി വരുന്നത് ഫസ്റ്റ് ഞാൻ എൻ്റെ ലൈഫിൽ ടൂറ് പോയൊരു ഒരു യാത്രയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. സോഫ്റ്റ് സിസ്റ്റം കക്കനാട്ടിൽ നിന്ന് ഒരു യാത്ര പോയിട്ടുണ്ടായിരുന്നു. ആ യാത്രയാണ് പെട്ടെന്ന് മെമ്മറിലോട്ട് ഓടി വന്നത്. അങ്ങനെ എൻ്റെ വണ്ടി എത്തി, എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും അവിടെയുണ്ട്. ഡിനിയാണ് ഈ യാത്ര പ്ലാൻ ചെയ്തിരുന്നത്. കാരണം ലേഡീസ് ട്രിപ്പ് പോകണം എന്നുള്ളത്. പിന്നെ അതുപോലെ നമുക്ക് ബിൻസിനെ അങ്ങനെ കിട്ടാറില്ല. ബിൻസി ഡെലിവറിക്ക് ശേഷം ഫസ്റ്റാണ് ഒരു ട്രിപ്പ് ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്. ശാരിക എൻ്റെ സീറ്റിൽ നിന്ന് ഇറങ്ങി മാറി അവൾ ബാക്കിലോട്ട് പോയി. ഈ ഒരു ട്രിപ്പ് പോകുമ്പോൾ എൻ്റെ എല്ലാ ട്രിപ്പുകളെക്കുറിച്ചും ഓരോ യാത്ര പോകുമ്പോഴും ഞാൻ എല്ലാ ട്രിപ്പുകളെക്കുറിച്ചും ഞാൻ ഓർക്കാറുണ്ട്. കാരണം വളരെ മെമ്മറീസുള്ള ട്രിപ്പുകളാണ് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളത്. ഡിനി ഫസ്റ്റ് തന്നെ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്ത് ഡിനി, പ്രിയ, ബിൻസി, ശാരിക, കാബ്ലി, ഞങ്ങൾ ഇത്രയും പേരടങ്ങുന്ന ഒരു ചെറിയൊരു യാത്ര കേട്ടോ. വേറെ എവിടേക്കൊന്നുമല്ല, ഞങ്ങൾ കോർഫഗാൻ, റാസൽ ഖൈമ അങ്ങനെയൊക്കെയുള്ളൊരു സ്ഥലങ്ങളാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അങ്ങനെ വണ്ടി കയറിയ ഉടനെ തന്നെ ഫോട്ടോ സെക്ഷൻ ഇല്ലാത്തൊരു പരിപാടിയില്ല. പിന്നെ ഡിനിയുടെ ഫസ്റ്റ് ഐറ്റംസ് പൊട്ടിച്ചു. നെല്ലിക്ക. നാട്ടിലത്തെ ഒരു നൊസ്റ്റാൾജിയൊക്കെ ഓർമ്മ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് നെല്ലിക്ക കിട്ടും, എന്നാലും നാട്ടിലത്തെ ആ ഒരു വൈബും നാട്ടിലത്തെ ആ ഒരു ടേസ്റ്റൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നിരുന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും ഓരോ നെല്ലിക്കയൊക്കെ കഴിച്ചു. പിന്നെ ശാരികേനെ ഇടയ്ക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഈ ബാക്ക് സീറ്റിലിരിക്കണതുകൊണ്ട് നമ്മളിങ്ങനെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് അവൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് കിട്ടാനായിട്ടൊക്കെ. പുറത്ത് ചായ കുടിക്കാൻ ഇറങ്ങണം എന്ന് പറഞ്ഞ് വണ്ടി കുറച്ച് ദൂരെ പോയതിന് ശേഷം ചായ കുടിക്കാൻ ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ളൊരു തയ്യാറെടുപ്പാണ് കേട്ടോ. മുടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത്, പിന്നെ ഫോട്ടോ സെക്ഷൻ. ആ ഒരു ഇതില്ലാത്തൊരു പരിപാടി ഇല്ലല്ലോ. കാരണം എപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടം ഫോട്ടോസ്, വീഡിയോസ്, ഫ്രണ്ട്സ്, വൈബ്. എല്ലാവരും അങ്ങനെ തന്നെ, എല്ലാവരും അങ്ങനെ തന്നെ. പിന്നെ ബിൻസിനെ കിട്ടിയതുകൊണ്ട് കുറച്ച് സന്തോഷം ഞങ്ങൾക്ക് കൂടുതലാണ്. ദുബായിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തണുപ്പ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. തണുപ്പെന്ന് വെച്ചാൽ നല്ല തണുപ്പുണ്ട്. ചായ കുടിക്കാൻ ഇറങ്ങിയതിൻ്റെ ഒരു ഫോട്ടോ സെക്ഷനാണ് കേട്ടോ ഈ കാണുന്നതെല്ലാം. അപ്പോൾ നമുക്കൊരു ഔട്ടിങ് പോകാനും കുട്ടികളായിട്ട് വെളിയിൽ പോകാനും നല്ല സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാനൊക്കെ പറ്റുന്നൊരു ക്ലൈമറ്റാണ് ഇപ്പോൾ. അപ്പോൾ എല്ലാവരും അത് മിസ് ചെയ്യണ്ട. നിങ്ങൾ ദുബായിൽ പോകാത്തൊരിടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സെർച്ച് ചെയ്യുക, അവിടെ പോവുക, ഇതേപോലെ എൻജോയ് ചെയ്യുക. വീണ്ടും അടുത്തൊരു ഫോട്ടോ സെക്ഷൻ. അങ്ങനെ എൻ്റെ വീഡിയോയിൽ ഇങ്ങനെ ഒരു ഫോട്ടോ സെക്ഷൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് കയറും കേട്ടോ. അത് ഒരു എന്താ പറയണ, അതില്ലാത്തൊരു പരിപാടിയില്ല. പിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് നല്ല രസമായിരുന്നു. നമ്മുടെ മ്യൂസിക് ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. മ്യൂസിക് നല്ല രസമുണ്ടായിരുന്നു മ്യൂസിക് കേൾക്കാനായിട്ട്. അതിന് താളം പിടിച്ച് പിന്നെ നമ്മളൊരു വൈബ് അവിടെ സൃഷ്ടിക്കുമല്ലോ. ഫ്രണ്ട്സായിട്ട് കൂടുമ്പോൾ ഡാൻസ് അറിയാത്തവർ പോലും ഡാൻസ് കളിച്ചു പോകും. അതുപോലെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും അവിടെ ഡാൻസ് കളിക്കണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് സ്കിപ്പാകാൻ ശ്രമിച്ചെങ്കിലും എന്നെ പിടിച്ചവിടെ നിർത്തി. കാരണം അവരുടെ കൂടെ എനിക്ക് ചെറിയൊരു ചമ്മലുണ്ടായിരുന്നു, ചെറിയൊരു ഗിൽറ്റി ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ഡാൻസ് അറിയും എങ്കിലും ഒരു ചമ്മൽ. അങ്ങനെ നമ്മൾ ആ കഥയിലോട്ട് വീണ്ടും പോവാം. ഫസ്റ്റ് ട്രിപ്പ് എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ലൈഫിൽ ആദ്യമായിട്ട് പോയൊരു ട്രിപ്പാണ് മൂന്നാർ, കൊടൈക്കനാൽ, ആ ഒരു ഭാഗം. ഓഫീസിൽ നിന്നായിരുന്നു. 10 പൈസ മുതൽ മുടക്കില്ലാത്ത ഒരു യാത്രയായിരുന്നു. ഭയങ്കര നൊസ്റ്റാൾജി. എപ്പോഴും മനസ്സിലോട്ട് യാത്രയിൽ എവിടെ പോയാലും മനസ്സിലോട്ട് ഓടിക്കയറുന്ന ഒരു ഫസ്റ്റ് ട്രിപ്പ് നമുക്ക് മറക്കാൻ പറ്റില്ലല്ലോ. അപ്പോഴാണ് ദേ ഇവിടെ കണ്ടില്ലേ സ്നോ. ഇതൊരു ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കണേ അവർ. പക്ഷെ നല്ല ഏതോ ഒരു സ്ഥലത്ത് പോയ പോലെ ഫീൽ ചെയ്തു കേട്ടോ. കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഗ്രൗണ്ട് തന്നെ അവിടെ തന്നെ ഉണ്ട്. ഒത്തിരി നല്ല ഭംഗിയെന്ന് വെച്ചാൽ അത്ര ഭംഗിയിൽ അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ദുബായിലെ ഓരോ ടൂറിസ്റ്റ് പ്ലേസിലും അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്യും കേട്ടോ അവർ. അടിപൊളി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് വേറൊരു കൺട്രിയിൽ പോയൊരു ഫീൽ നമുക്ക് എപ്പോഴും ഏത് സ്ഥലത്ത് നിന്നാലും കിട്ടാറുണ്ട്. അപ്പം ഇത് ആദ്യമായിട്ടാണ് ഡിനി ഇവിടെ വന്നത്. ഞാൻ ഇതിന് മുന്നേ ഇവിടെ വന്നിട്ടുണ്ട്, 2-3 വട്ടം വന്നിട്ടുണ്ട്. ഇവിടെ തന്നെയാണ് ഞാൻ കളരി ഫസ്റ്റ് പെർഫോം ചെയ്തത്. അപ്പോൾ ആ ഒരു സ്ഥലം എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ ഈ കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേ ഗ്രൗണ്ട് അവർ ഇപ്പോൾ ഒരു തണുപ്പായതുകൊണ്ട് ഉണ്ടാക്കിയാണ്. അതിനൊരു കുട്ടിയുടെ കളിയും ചിരിയൊക്കെ കണ്ടു. പിന്നെ ട്രെയിൻ യാത്ര കണ്ടു. ഇതെല്ലാം വീഡിയോയിൽ പകർത്തുന്നുണ്ട്. പിന്നെ ഫുഡ് മുഖ്യം ബിഗിൽ. ഫുഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നിനെ കുറിച്ച് ആരും ചിന്തിക്കാറേ ഇല്ല. ഞങ്ങളൊരു കോർണിഷ് ഏരിയയിൽ ഫുഡ് കഴിക്കാൻ നിർത്തി. ചിക്കൻ മന്തി, മട്ടൻ മന്തി, പിന്നെ കുറച്ച് ചിപ്സ്, അങ്ങനെ കുറച്ച് സംഭവങ്ങളെല്ലാം എടുത്ത്. അതാണ് ഫുഡ് കഴിക്കാണ്ടിരുന്നപ്പോൾ ഫോട്ടോന് പോസ് ചെയ്യാൻ ഡിനി അപ്പോഴും മറന്നില്ല കേട്ടോ. കാർമിലേക്ക് ചിപ്സ് മതി എന്ന് പറഞ്ഞ്. പിന്നെ പ്രിയ നന്നായിട്ട് വിശന്നിട്ടുണ്ട് കേട്ടോ. കാരണം ഞങ്ങൾ ആ യാത്രയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കോർണിഷ് എത്താൻ കുറച്ച് ഡിലേ ആയി. അപ്പോൾ അവിടെ നിന്ന് എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു. ഞാൻ പെട്ടെന്ന് ഭക്ഷണം കഴിച്ചിട്ട് കാറിലോട്ട് ഓടിക്കയറി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ തണുപ്പായിരുന്നു.
അപ്പോൾ ബൈ. ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവരും ഭയങ്കര എൻജോയ്മെൻ്റായി. ലൊക്കേഷൻ പറയാൻ വിട്ടുപോയി ഇല്ലേ? ഇത് അജ്മാൻ ഫെസ്റ്റിവൽ സിറ്റിയാണ്. കുട്ടികളായിട്ട് വരാൻ പറ്റുന്ന അടിപൊളി ഒരു ലൊക്കേഷനാണ്. നിങ്ങൾക്ക് ഒരു ഡേ ഫുൾ അവിടെ കാണാനും ഒത്തിരി സാധനങ്ങളുണ്ട്. ബൈ.